നാദിറ റോക്കിയുടെ ഭാര്യ എന്തിനാ അവിടെ വന്നേ? എൽദോട് ചോദിച്ചപ്പോ നീ അവളുടെ കൂടെ പുറത്തു പോയെന്നും പറഞ്ഞല്ലോ. അങ്കിളിനെ നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോ ജാമ്യത്തിലിറക്കാൻ ഒരു വക്കീലിനെ കാണാൻ പോയതാ. ഓ, അപ്പൊ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതൊക്കെ ചെയ്യുള്ളൂ എന്ന് വാശിയിലാണ്. എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശരി നിയമത്തിന് മുന്നിൽ ഞാൻ തെളിയിച്ചിരിക്കും. ജിഷയെ കാണാതായതിൽ അങ്കിളിന് യാതൊരു പങ്കുമില്ലെന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ പോയത്. അക്കാര്യം ഇത്ര കൃത്യമായി ഉറപ്പിക്കാൻ നീ ആരാ? അതാരെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ജിഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇനി ഞാൻ ചിന്തിക്കുന്ന പോലെ നടക്കുള്ളൂ. ഒരു ഡെഡ് ബോഡി കണ്ടിട്ട് എല്ലാരും അത് ജിഷയാണെന്ന് പറഞ്ഞപ്പോ അല്ലെന്ന് ഞാൻ വാശി പിടിച്ചിട്ട് എന്താ അത് ശരിയായില്ലേ? അതുപോലെ ജിഷയെ കൊണ്ടുപോയത് റോക്കിയങ്ങൾ അല്ല എന്ന് തെളിയിക്കാനും എനിക്ക് കഴിയും. പക്ഷേ അതിനെനിക്ക് സമയം തരണം. ജിഷയെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനിടയിൽ അവരെ കൺഫ്യൂസ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. റോക്കിയുടെ ജാമ്യത്തിന് വേണ്ടി മുൻകൈ എടുക്കുന്നത് താനാണെന്നറിഞ്ഞാൽ ഇറ്റ്സ് അഗൈൻസ്റ്റ് ദ പോലീസ്. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മൾ എന്തിനാ ജെഡി നോക്കുന്നേ? 3 ദിവസം കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തിട്ടും റോക്കിയങ്കിളിനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഇനിയിപ്പോ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ തന്നെ വിട്ടുകിട്ടിയ ചെയ്യാത്ത കുറ്റവും പറഞ്ഞ് അതെല്ലാം കൂടെ അങ്കിളിന്റെ തലയിൽ വെച്ച് കെട്ടാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. 3 ദിവസം ചോദ്യം ചെയ്തിട്ടും കുറ്റം സമ്മതിക്കായിരുന്നോണ്ട് അവൻ നിരപരാധിയാവണമെന്നില്ല. ജിഷയെ കൊന്ന് വല്ല കൊക്കയിലും തള്ളിയിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ അത് മരിച്ചാലേ സമ്മതിക്കില്ലെന്ന് കൂട്ടിയാ മതി. ഇത്രയ്ക്ക് ക്രൂവലായിട്ട് സംസാരിക്കാൻ ജെഡിക്ക് എങ്ങനെയാ പറ്റുന്നേ? റോക്കിയങ്ങളെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ ജിഷയെ കുറിച്ച്, അവളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചത് പോലും പാപമായിരുന്നു എന്ന് ജെഡിക്ക് എന്തെങ്കിലും തോന്നാതിരിക്കില്ല. യാഥാർത്ഥ്യങ്ങൾ മുൻകൂട്ടി കാണാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഒരു പാപമല്ല. ദുരന്തങ്ങൾ നേരിടാൻ നമ്മളെ പാകപ്പെടുത്തലാണ്. ജിഷയുടെ ഒരു തിരിച്ചുവരവ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്മളതിനുവേണ്ടി കാത്തിരിക്കാൻ വേണ്ട. ഞാൻ കാത്തിരിക്കും. എനിക്ക് ഉറപ്പുണ്ട് അവൾ തിരിച്ചു വരുമെന്ന്. അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാവുന്ന. അല്ലാതെ അവളെ കാണാനുള്ള ദിവ്യദൃഷ്ടിയൊന്നും തനിക്കില്ലല്ലോ. എന്തു വേണമെങ്കിലും കരുതിക്കൊള്ളു. അവസാനം എന്നെ തന്നെ തെറ്റുകാരിയാക്കിക്കോ. പക്ഷേ ജിഷയെ തിരിച്ചു കിട്ടുന്നതിന് മുൻപ് ഈ നാട് വിട്ടു പോവാതിരുന്നാൽ മാത്രം മതി. നാളെ ഒരു ദിവസം കൂടി നമ്മളിവിടെ കാണും. മറ്റന്നാൾ ഈവനിങ് ഫ്ലൈറ്റിന് നമ്മളിവിടുന്ന് പോവും. ജെഡി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, ഇക്കാര്യത്തിലെങ്കിലും ഞാൻ പറയുന്നത് താൻ അനുസരിച്ചാൽ മതി. താൻ വന്നില്ലെങ്കിലും പോകാനുള്ള എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. വേണ്ട, ജെഡി ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. പക്ഷേ ജിഷയെ തിരിച്ചു കിട്ടാതെ നമ്മൾ ഇവിടെ വിട്ടു പോകുന്നത് ശരിയാണോ എന്ന് ജെഡി ഒരിക്കൽ കൂടി ചിന്തിച്ചു നോക്കണം. അവളുടെ തിരിച്ചു വരവിൽ ഒരു പ്രതീക്ഷ എനിക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ? അപ്പൊ പിന്നെ ഒരിക്കലും നമ്മൾ ഇവിടുന്ന് പോണ്ടാന്നാണോ? ഞാൻ എന്താ ജെഡിയോട് പറയണ്ടേ? എന്റെ പ്രതീക്ഷകൾക്കും വിശ്വാസങ്ങൾക്കും അല്പം പോലും വില അത് ജെഡി കൽപ്പിക്കുന്നില്ലല്ലോ. വേണ്ട, അതൊക്കെ മാറ്റി വെച്ചേക്കാം. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ജിഷയുടെ അമ്മയെ ആ മെന്റൽ ക്ലിനിക്കിൽ ചെന്നത് കാണാനുള്ള ഒരു സന്മനസ് അത് ജെഡി കാണിക്കോ? ഞാനെന്തിനാ കാണുന്നേ? മിക്കപ്പോഴും നീ പോയി കാണുന്നില്ലേ? യാത്രയ്ക്കും ഒന്നുകൂടി കാണണമെന്നുണ്ടെങ്കിൽ ആയിക്കോ, എനിക്ക് വിരോധമില്ല. ഞാനല്ല, ജെഡി അവരെ കാണേണ്ടത്. ഒരു വാക്കുപോലും സംസാരിക്കണമെന്നില്ല. പക്ഷെ ദൂരെ നിന്നൊന്നും കണ്ടാൽ മാത്രം മതി. എന്നിട്ടും ഒരു യാത്രയ്ക്ക് ജെഡിയുടെ മനസ്സൊരുക്കുവാണെങ്കിൽ എവിടേക്കാണെങ്കിലും ഞാനുണ്ടാവും കൂടെ. ശരി, ജിഷയുടെ കാര്യത്തിൽ തൻ്റെ ഒരു റിക്വസ്റ്റും ഞാൻ അംഗീകരിച്ചില്ലെന്ന് വേണ്ട. യാത്രക്കിടയിൽ അതൊരു അസ്വസ്ഥതയും ആവണ്ട. നാളെ രാവിലെ നമുക്ക് ചെന്ന് കണ്ടുകളെ. കർത്താവേ, എൻ്റെ കൊച്ചുമോളുടെ ചിന്തയും തീരുമാനങ്ങളും മറ്റുള്ളവർക്കെന്ന പോലെ അവൾക്കും ഗുണമുള്ളതാവണേ. പാവങ്ങളോട് അവൾ കാണിക്കുന്ന ദയ കർത്താവായ ദൈവം അവളോടും കാണിക്കണമേ. അവൾക്ക്
ശാന്തിയും സമാധാനമുള്ളൊരു ജീവിതം കൊടുക്കണമേ. ആമേ. അമ്മാമ്മയ്ക്ക് വേണ്ടി അമ്മാമ്മ ഇപ്പൊ ഒന്നും പ്രാർത്ഥിക്കാറില്ലല്ലേ? എനിക്കിനി എന്നതാ മോളെ, അതൊക്കെ കർത്താവ് തീരുമാനിച്ചു വെച്ച് കാണും. ഉം. നീ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരി. ജേഡിയോടൊപ്പം പോകാൻ തന്നെ തീരുമാനിച്ചോ? ഉവ്, നാളെ തന്നെ പോവാന്ന് ഞാൻ വാക്ക് കൊടുത്തു. പക്ഷേ ജേഡിക്ക് പോകാനാവില്ല. അതെന്നാ? പോകുന്നതിന് മുൻപ് എൻ്റെ ഒപ്പം വന്ന് ജയയുടെ അമ്മയെ കാണാമെന്ന് ജേഡി സമ്മതിച്ചു. എൻ്റെ കർത്താവേ, ഏതൊക്കെ വഴിയിലൂടെ നടത്തിയേച്ച എൻ്റെ മോൾക്ക് വിശ്രമിക്കാൻ ഒരിടം നീ നൽകുക. എനിക്ക് വിശ്രമിക്കണ്ട അമ്മാമ്മേ. വിധിയുടെ ഒഴുക്കിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചുറ്റും മുങ്ങിത്താഴുന്നവരെ കണ്ട കൈപിടിച്ചുയർത്താനായാൽ മതി. ഇല്ല മോളെ, സകലരും മുങ്ങിത്താന്നു പോയേക്കാവുന്ന ഒരു ചുഴിയിലേക്കാ നീ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അമ്മാമ്മയ്ക്കിപ്പോൾ തോന്നുന്നു. ജയ സ്വന്തം മകളാണെന്നുള്ള കാര്യം ജേഡിയോട് നേരിട്ട് പറയുന്നത് പോലെയല്ല ഗീതയുടെ മുന്നിൽ കൊണ്ടുപോയി അത് തെളിയിക്കുന്നത്. ഒന്നിൽ കൂടുതൽ സത്യങ്ങൾ ഒരുമിച്ചറിയുമ്പോൾ ആ മനുഷ്യന് അത് എങ്ങനെ ഉൾക്കൊള്ളാനാവുമെന്ന് കൂടി നീ ചിന്തിക്കണം. ചിന്തിച്ച് നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അമ്മാമ്മേ ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തത്. ഇനിയെല്ലാം വരുന്നത് പോലെ വരട്ടെ. ഒന്നെങ്കിൽ നാളെ കൊണ്ടെല്ലാം കലങ്ങി തെളിയും, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ ഇനിയും പലതും സഹിക്കേണ്ടി വരും. എന്ത് നിസ്സാരമായിട്ടാ മോൾ ഇതൊക്കെ പറയുന്നേ. ഇനിയെങ്കിലും ജീവിതത്തെ ഇത്തിരി കൂടെ ഗൗരവമായിട്ട് നീ കാണാൻ ശ്രമിക്കണം. അപ്പോൾ അമ്മാമ്മയ്ക്കും എന്നെ വേണ്ടാതായെന്നാണോ? അതെന്നതാ നീ അങ്ങനെ പറഞ്ഞത്? ഈ അമ്മാമ്മയ്ക്ക് നിന്നെ എന്നും വേണം. ഞാൻ പോയാൽ എൻ്റെ കുഴിമാടത്തിൽ പൂക്കൾ വയ്ക്കാൻ നീ വേണം. അതിനു വേണ്ടി അമ്മാമ്മ പറയുന്നേ. പക്ഷെ എനിക്ക് ഇതിൽ കൂടുതൽ ഗൗരവം നൽകിയ അമ്മാമ്മയ്ക്ക് പിന്നെ കൊച്ചുമോൾ ഉണ്ടായെന്ന് വരില്ല. എന്നോടെന്തോ പകയുള്ളത് പോലെയാണല്ലോ ഡ്രൈവ് ചെയ്യുന്നേ. ജിഷയുടെ അമ്മയൊന്ന് കാണാൻ നിർബന്ധിച്ചത് അത്രയ്ക്ക് വലിയ അപരാധമായിട്ടാണോ കാണുന്നത്? എങ്കിൽ നമുക്ക് തിരിച്ചു പോയേക്കാം. വേണ്ട, കടപ്പാടുകൾ ബാക്കിയില്ലാത്ത ഒരു മനസ്സുമായി വേണം തന്നെ എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ. അതിന് താൻ വെച്ച അവസാനത്തെ നിബന്ധനയാണല്ലോ ഇത്. ഇതത്ര നിസ്സാരമായിട്ട് കരുതണ്ട. ജിഷയുടെ അമ്മയെ ജേഡിയെ കാണിക്കുക എന്നുള്ളത് എൻ്റെ മനസ്സിൽ വളരെ ഗൗരവമുള്ള ഒരു ലക്ഷ്യമായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടതിലധികം ഗൗരവം കൊടുക്കുക എന്നുള്ളത് തൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ സിമ്പതിയും സെൻറ്റിമെൻസും എനിക്ക് ആരോണ് തോന്നുന്നു കരുതണ്ട. പിന്നെ തൻ്റെ മനസ്സിൽ അങ്ങനെ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വേണം ഇറങ്ങി വരാൻ. എന്തോന്നും മിണ്ടാതെ? ഇങ്ങനൊരു യാത്രയ്ക്ക് ഞാൻ സമ്മതിച്ചു തന്നെ നീ എന്നോടൊപ്പം വരാൻ വേണ്ടി മാത്രം. എൻ്റെ കർത്താവെ, ഞാൻ എന്നതായി കേട്ടത്? കാണാതായേക്കുന്ന ജിഷക്കൊച്ച് ജെ.ഡി. സാറിൻ്റെ സ്വന്തം മകളാണെന്ന് തന്നെയാണോ അമ്മാമ്മയെ പറയുന്നത്? അതെ എൽദോ, അവളുടെ അമ്മയെന്ന് നമ്മൾ പണ്ട് സംശയിച്ചിരുന്ന രമണിയില്ലേ, ആ, അന്നൊരിക്കൽ മണിയമ്മോടൊപ്പം ഇവിടെ വന്ന് താമസിച്ച അത് രമണിയല്ല, ഗീതയായിരുന്നു.
ജെ ഡിയുടെ ആദ്യ ഭാര്യയായ ഗീത. അയ്യോ, എന്നിട്ട് അവിടെ അടുത്തേക്കല്ലയോ നാദരക്കും ജേഡി സാറിനെയും കൊണ്ട് പോയേക്കുന്നത്? അതെ, ജെ ഡി ഇന്ന് എല്ലാം അറിയും. പിന്നെ എന്നാത്തിനാ എൽഡോന്റെ അടുത്ത് ഇതൊക്കെ ഒളിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതാ ഞാൻ എല്ലാം പറഞ്ഞത്. എന്നാലും ഇത്രയും കാലം എൽദോയെ ഒളിച്ചില്ലേ? അതെന്നെ വിശ്വാസമില്ലാത്തോണ്ടല്ലയോ? എന്ന് ചോദിച്ചാ താൻ അറിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ പേരിലല്ലേ എന്ന് കരുതി ഒക്കെ വിളിച്ചു പറഞ്ഞു എന്ന് വരും. എന്നതാ ശരിയല്ലയോ? അത് പിന്നെ സത്യം എന്നതാണ് ജേഡി സാർ അറിയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരുമെങ്കിൽ എല്ലാം പറയുന്നല്ലോ അമ്മാമേ നല്ലത്. അങ്ങനെ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമൊന്നും അല്ല ഇത്. ഇല്ലെങ്കിൽ നാദരമോള് ഇതുവരെ പറയാതെ വെക്കുമോ? പറയാതെ എന്നിട്ട് ഇപ്പം എന്നാ നേട്ടം അമ്മാമ്മ ഉണ്ടായിരിക്കുന്നത്? ഇച്ചിരിയും കൂടെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഗീതയുടെ കാര്യത്തിൽ ജേഡി സാറിന് ഒരു പ്രയാസവും ഉണ്ടാകത്തില്ലായിരുന്നു. ഇതിപ്പോൾ സുഖമില്ലാത്ത അല്ലേന്ന് കരുതി വല്ല അലിവും തോന്നിയാലോ? ജിഷയെ കാണാതായതിന് ശേഷം നാദിര സത്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ പിന്നെ അവളെ തിരിച്ചു കിട്ടിയതിന് ശേഷം ജേഡിയോട് പറയാമെന്ന് കരുതി. ജിഷയെ കാണാതായതിൽ അറിയാതെയാണെങ്കിലും താനും കൂടി പങ്കുകാരിയാണല്ലേ എന്നുള്ളൊരു തോന്നലാണ് നാദിരമോൾക്ക്. അതിനുവേണ്ടി ഇത്രയൊക്കെ ത്യാഗം ചെയ്യണോ അമ്മാമ്മേ? തനിക്കുള്ള കുഴി താൻ തന്നെ തുടരല്ലയോ അത്? എനിക്കറിയത്തില്ല എൽഡോ. അവൾക്ക് വേണ്ടിയല്ല അവളിപ്പോൾ ജീവിക്കുന്നതെന്ന് എൽഡോയ്ക്കും തോന്നിയിട്ടില്ലയോ? അതെ, ഇതൊന്നും അറിയാതെ ഞാനും കുഞ്ഞിനെ ചിലപ്പോഴൊക്കെ സംശയിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു കാര്യം മനസ്സിൽ വെച്ചോണ്ടായിരുന്നു ഈ നെട്ടോട്ടം ഓടുന്നെന്ന് അറിഞ്ഞതെങ്കിൽ എനിക്ക് പറ്റും പോലെ ഞാൻ കുഞ്ഞിനെ പറഞ്ഞു തിരുത്തിയേനെ. ഇല്ല എൽഡോ, തിന്മ ചെയ്യുന്നവനെ മാത്രമേ നമുക്ക് നിർബന്ധ ബുദ്ധിയോടെ പിന്തിരിപ്പിക്കാൻ പറ്റൂ. എൻ്റെ മോള് ചെയ്യുന്നത് ആരും ചെയ്യാത്ത നന്മയാ. അതിൻ്റെ പേരിൽ നാളെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനല്ലാതെ ഒരു കാരുണ്യപ്രവൃത്തിയെ തടയുന്നത് ദൈവദോഷമാവത്തില്ലയോ? എന്ന് പറഞ്ഞാൽ എങ്ങനെ അമ്മാമ്മേ? ഇതൊന്നും കുഞ്ഞിന്റെ ദോഷം കൊണ്ടുണ്ടായതല്ലല്ലോ. അപ്പം പിന്നെ കുഞ്ഞ് നഷ്ടം സഹിക്കേണ്ട കാര്യവും ഇല്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. കാര്യങ്ങളൊക്കെ ജെ ഡിയും അറിയാൻ പോവുകയാണല്ലോ. അറിഞ്ഞു വരട്ടെ. നല്ല ആംബിയൻസ്. മൂർത്തി ക്ലിനിക്കിനെ കുറിച്ച് ഞാൻ മനസ്സിൽ കണ്ട അതേ പശ്ചാത്തലം. ആ കത്തസ്ഥിതി എങ്ങനെയാണാവോ? ആ സ്ത്രീ എന്നെ കാണും വൈൽഡ് ആവോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. താൻ വിഷമിക്കാതെടോ. ഇനി അവരെന്നെ ശത്രുവായി കണ്ടാലും ഞാനതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങനൊരു മുഖം കൂടി നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കാണണമെന്നുണ്ടാവും. വാ. സിസ്റ്റർ, ഡോക്ടർ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ല മാഡം, വരാറാവുന്നേ ഉള്ളൂ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഇല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ആ ശരി. എന്തു ചെയ്യും? ഡോക്ടർ എത്തിയിട്ടില്ലല്ലോ. അതെന്താ? ഡോക്ടറില്ലാതെ പേഷ്യൻറ്റിനെ കാണാൻ പാടില്ലേ? അങ്ങനൊന്നുമില്ല. എന്നാലും ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ. ചേട്ടാ, തനിക്കാണല്ലോ ഇപ്പം എന്നെക്കാൾ ടെൻഷൻ. എന്ത് പറ്റി? ഏയ്, ഒന്നുമില്ല. ജേഡിക്ക് ടെൻഷനൊന്നും ഇല്ലെങ്കിൽ എനിക്കില്ല. ആ, എന്നാ വാ. ജേഡി, ജിഷയുടെ അമ്മ എങ്ങനെയായിരിക്കുമെന്ന് ജേഡി എന്തെങ്കിലും സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. എന്നാലും ജിഷ വെച്ച് നോക്കുമ്പോൾ ഏകദേശം രൂപമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ആ രൂപത്തിന് മറ്റാരെങ്കിലുമായിട്ട് സാമ്യമുണ്ടോ? മറ്റാരെങ്കിലും സാമ്യമുണ്ടോ എന്ന് യഥാർത്ഥ ആളെ കണ്ടല്ലേ പറയാൻ പറ്റൂ. എന്താ അങ്ങനെ ചോദിക്കാം? ഏയ്, ഞാൻ വെറുതെ ചോദിച്ചതാ. എന്നാ വാ. ഏത് നേരം മകളുടെ ഫോട്ടോയ്ക്ക് മുന്നിലാണല്ലോ. ജേഡി കയറി കണ്ടിട്ട് വാ, ഞാനിവിടെ നിന്നോളാം. നല്ല കഥയായി. താൻ വാ. മൂഡ് നോക്കിയിട്ട് ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തിയാൽ മതി. ഞാൻ പരിചയപ്പെടുത്തൊന്നും വേണ്ട. ജേഡിയുടെ നിഴല് പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതെങ്ങനെ? വാ.
ജിഷയുടെ അമ്മ. നിങ്ങൾ സംസാരിക്കേ. ജെഡി പ്ലീസ്, നിങ്ങൾ സംസാരിക്കണം. സംസാരിച്ചേ പറ്റൂ. ഞാൻ പുറത്തുണ്ടാവും. മോളെ, അവസാനം അമ്മയെ കാണാൻ നിന്റെ അച്ഛൻ വന്നു. എന്തെങ്കിലും ഒരു ദിവസം ദയവായിട്ടും വരുമെന്ന് എനിക്കറിയായിരുന്നു. മോള് കൂടെയുള്ളപ്പോ വരണമെന്നായിരുന്നു എന്റെ ആശ. അതിന് ആ നാദര സമ്മതിച്ചില്ലല്ലോ. ദയവായിട്ട് എന്തിനാ എപ്പോഴും അവളെ കൂടെ കൊണ്ട് നടക്കുന്നേ? നമ്മുടെ മോളെ കൊന്നവളാ. അങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് വരാം, അകത്തോട്ട് വരാം, അകത്തോട്ട് കയറ്, അകത്തോട്ട് കയറ്, ഇങ്ങോട്ട് വരാം. സിസ്റ്ററെ, സിസ്റ്ററെ ഓടി വന്നേ. മോളെ, മോളെ, നിന്റെ അച്ഛൻ പോയി, നിന്റെ അച്ഛൻ മക്കളഞ്ഞു. ദേവട്ടാ, അനാഥരയില്ലാത്തതിന് കാരണം എന്റെ ദേവേട്ടാ. ജെഡി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പോകരുത്, ഡോക്ടർ വരാതെ പോകരുത് പ്ലീസ്. ഗീതയുടെ സിറ്റുവേഷൻ ആകെ മോശമായിരിക്കാം. അതുപോലെ ഞാനും അവന്ന് കണ്ടോന്ന് എനിക്ക്. അങ്ങനെ പറയല്ലേ ജെഡി, ഞാൻ കാല് പിടിക്കാം പ്ലീസ്. ഡോക്ടർ വന്നു, ഒന്ന് കണ്ടിട്ട് പോ ജെഡി, ഞാൻ വിളിക്കാം. ഡോക്ടർ, ജെഡി വന്നിട്ട് ഗീത. ജെഡി പോകരുത് പ്ലീസ് ജെഡി. ഡോക്ടർ, ജെഡി പോകരുത്. ഡോക്ടർ, ജെഡി. ഡോക്ടർ, എന്താ? ഗീത ആകെ വയലന്റ് ആയിരിക്കാം. ആരെ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. Oh my God.